എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സന്തോഷത്തിന്റെ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സായതിന് ഒരു സന്തോഷമല്ല, 50 വയസ്സായതിന് ഒരു സങ്കടമാണ്. എങ്കിൽ പോലും എന്താ പറയുന്നത്, നിങ്ങൾ ഈ സമയമെടുത്ത് നിങ്ങളിവിടെ വന്നു, സ്വാൻസിയിൽ നിന്നൊക്കെ വന്നേക്കും, എല്ലാവരും വന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷം. അഭിമാനത്തിന്റെ നിമിഷമാണെന്ന് പറഞ്ഞത്, ഞാനിപ്പോൾ 50 വയസ്സായില്ലേ, ഒരു ശരാശരി ഒരു മലയാളി ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്ന പോലെ ഒരു കുടുംബം, ഭാഗ്യം ചെയ്ത 3 മക്കള്, പിന്നെ എന്താ പറയുക തർക്കമില്ലാത്തൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി, അവിടെ ജോലിയിൽ വേണ്ടി ടെൻഷൻ അത് അത്രയും ബുദ്ധിമുട്ടില്ലാത്ത ഒരു എന്താ പറയുന്ന ഒരു കരിയർ, അതെല്ലാം പൊളിയിലെടുത്തെന്ന് പറയുന്നത് പൊളിയെ കുറിച്ച് പറയാം. അത് ഞാൻ പറയുന്നില്ലേ, ഒരു ഭാഗ്യമുള്ളൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഒരു ശരാശരി ഒരു മലയാളി സ്ത്രീ എന്താ ആഗ്രഹിക്കുന്നു അത് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാണ്. അതുകൊണ്ട് അതിന് ഒത്തിരി എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ അതിലുപരിയായിട്ട് എനിക്ക് നന്ദിയുടെ 2 വാക്കുകൾ പറയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. അതായത് ഈ 50 വയസ്സില് ഇതുപോലെ നിൽക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, എന്താ പറയുന്നത്, നേഴ്സ് എന്നുള്ള എൻ്റെ പ്രൊഫഷൻ കൂടി നമ്മുടെ ജീവിതത്തിൽ കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ, ഒരു ഭാഗമാകുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ ഒത്തിരി പേരെ കണ്ടതുകൊണ്ട് നമുക്കൊരു വിഷമമാണ്. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാൻസർ വാർഡിലാണ്. അപ്പോൾ അവിടെ കണ്ടേക്കുന്നതും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിലൊക്കെ കാണുമ്പോൾ 50 വയസ്സിൽ എനിക്ക് നിൽക്കാൻ പറ്റുമല്ലോ ആരോഗ്യത്തോടെ നോക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയുന്നത്, നല്ലൊരു ഭർത്താവിനെയും മക്കളെയും ദൈവം ആരോഗ്യമുള്ളവർ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അതിനൊത്തിരി ദൈവത്തിന് നന്ദി പറയുകയാണ്. പിന്നെ ഇനി നന്ദി പറയേണ്ടത് നിങ്ങളോടും ഓരോരുത്തരോടുമാണ്. ഇത്രയും സമയം എന്താ പറയുന്നത്, ഞാനിതൊന്നും അറിഞ്ഞില്ല. പൊളി ഒരു പ്രാവശ്യം 24ാമത്തെ വയസ്സിലാണ് എന്നെ കല്യാണം കഴിക്കുന്നപ്പോൾ. അതുവരെ ഞാൻ 4 പേരിലാണ്, ഞങ്ങൾ 4 പേരാണ്. അപ്പൊ ഞാൻ 3ാമത്തെ ആയതുകൊണ്ട് മിക്കവാറും എൻ്റെ ബർത്ത്ഡേയിൽ അമ്മച്ചിയൊക്കെ മറന്നു പോകും. അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് മോളുടെ ബർത്ത്ഡേ ആയല്ലോ എന്നൊക്കെ അവരുടെ തിരക്കുകളിലേ, അങ്ങനെയാണല്ലോ പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ. പക്ഷേ 24 വയസ്സിൽ പൊളി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എൻ്റെ ബർത്ത്ഡേയോട് മുടക്കിയിട്ടില്ല. ഇവിടെ ഒരു ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബർത്ത്ഡേ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് അറിയായിരുന്നു. പക്ഷെ വീട്ടിലാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. 3-4 ഞങ്ങൾ അടുത്ത ഫാമിലി വരും, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും എന്താ പറയുന്നത്, ഇത്രയും ഭംഗിയായിട്ട് ഇതിന് പോളിയുടെ കൂടെ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോളിക്കൊരു കരം, പോളിയുടെ കരത്തിനോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങൾക്കും, ഫുഡായാലും മ്യൂസിക്കായാലും എന്താ പറയുന്നത് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ ആയാലും അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞേ പറ്റില്ല. പിന്നെ ഇപ്പം അധികം പറയുന്നില്ല, ഫുഡ് എല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ ബ്ലെസ്സിങ്സിനും എല്ലാ പ്രേയേഴ്സിനും കുറച്ച് പേര് ഫേസ്ബുക്കിലൂടെ, കുറച്ച് പേര് എന്താ പറയുക വാട്സപ്പിലൂടെ എല്ലാവർക്കും മെസ്സേജുകൾ അയച്ചു. അതിനൊക്കെ ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാ നന്ദിയും, നിങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രേയേഴ്സിനൊക്കെ ഒരുപാട് നന്ദി, കൈൻഡ് വേർഡ്സിനും ഒക്കെ ഒരുപാട് നന്ദി. ഇനി ആ പ്രാർത്ഥനകളെല്ലാം ഒരിക്കൽ കൂടി എന്താ പറയുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ എന്നെയും ഫാമിലിനെയും ഓർക്കുക. താങ്ക് യു ഫോർ എവരിതിങ്. തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ആവോ ദാമാരോ നാലാളു കൂടണല്ലോ, ആവോ ദാമാരോ ആളാകെ ചുറ്റണല്ലോ, ആവോ
കുന്നു കയറുന്നേ ചുട്ടുമെരിയുന്നേ നടന്നോരത്താരോ മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നു കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നു കടന്നോരും നിത്യത്താകെ നിരക്കുന്നേ നിറമാനം